കൂടാതെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ NTPC ഗ്രൂപ്പ് D അതുപോലെ സ്റ്റെനോഗ്രാഫർ ആൻഡ് ടീച്ചിങ് ഇതിൻ്റെ എല്ലാം എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് ഇറക്കിയ ഒരു പ്രസ് റിലീസാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2019 RRB 3 വേക്കൻസി ഇറക്കിയായിരുന്നു. അതായത് 35,000-ഓളം വരുന്ന നമ്മുടെ NTPCയുടെ വേക്കൻസി, പിന്നെ 1,600-ഓളം വരുന്ന നമ്മുടെ സ്റ്റെനോഗ്രഫി ആൻഡ് ടീച്ചിങ് വേക്കൻസി, പിന്നെ 100,000-ഓളം വരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് സ്റ്റേജ് CBT ഈ വർഷം December 15 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഈ പ്രസ് റിലീസിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 15 ഇതിൻ്റെ അകത്ത് ഏത് എക്സാമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഗുഡ് ന്യൂസാണ്. കാരണം ഈ കൊറോണയൊക്കെ കാരണം ഇതൊക്കെ ഇനി എന്ന് നടക്കുമെന്ന് വിചാരിച്ചാണ് നമ്മളിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് 3 എക്സാമുകളാണ്. അതായത് ഒന്ന് IBPS ക്ലർക്ക്, ഒന്ന് IBPS PO, പിന്നെ ഉള്ളത് ഈ RRB. അപ്പോൾ ഇത് രണ്ട് സ്ട്രീമാണ്. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് പഠിക്കാതെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്ത് പഠിക്കുക, എന്നാലേ നമുക്കൊരു സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ താല്പര്യം എന്താണോ നിങ്ങൾ അത് പഠിക്കുക. ഇപ്പോൾ ബാങ്കിങ്ങിന് നന്നായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ബാങ്കിങ്ങിന് മാത്രം പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ റെയിൽവേക്കാണ് ഇൻട്രസ്റ്റഡ് എങ്കിൽ റെയിൽവേക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുക. ഇത് രണ്ടും കൂടെ ഇട്ട് അടപടലം പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും സെലക്ഷൻ പ്രോസസ്സ്, അതുപോലെ വേക്കൻസി, പിന്നെ സിലബസ്. അപ്പോൾ അത് വരുന്ന സ്ലൈഡുകളിൽ